നമസ്കാരം. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ തന്നെ അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിവിർ എത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഗസയെ തന്നെ പരാമർശിക്കുന്നതെന്ന് ചോദിക്കുന്നു. കരാറിൽ ആരാണ് കീഴടങ്ങിയതെന്ന് ഗസയിൽ ആഘോഷങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാണ് ഇപ്പോൾ വീണ്ടും അപകടത്തിലാക്കാനിടയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം മന്ത്രിസഭയെ കരാറിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ബെർഗീവിന്റെ അവസാനഘട്ട നീക്കങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ബെൻഗവീറിന്റെ ഓരോ നീക്കവും എല്ലാവരും ശ്രദ്ധിക്കുകയാണെന്നും പറയാം. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് അല്പം മുൻപ് തന്നെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണെന്ന് കൂടി കൂട്ടിച്ചേർക്കണം. ജൂയിഷ് പവർ പാർട്ടി എന്ന പേരിലും അറിയപ്പെടുന്ന തീവ്ര ജൂതകക്ഷിയായ ഒത്സമ യഹൂദിത് പാർട്ടിയെ നേതാവാണ് ഇറ്റാമർ ബെൻഗവിർ. ഒരു വീണ്ടും വിചാരമില്ലാതെ കരാറിന് അംഗീകാരം നൽകിയാൽ പാർട്ടിയിൽ ഈ സർക്കാർ വിടുമെന്നുള്ള കാര്യം അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നതിന് തൊട്ടു മുൻപ് സർക്കാരിലെ സഖ്യകക്ഷി നേതാക്കളെ കണ്ട് സമ്മർദ്ദം ചെലുത്തി നോക്കിയെങ്കിലും ഫലം കണ്ടില്ല എന്ന് പറയുന്നു. ബന്ദികൾക്ക് പകരം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്ന കരാറിലെ ഉപാധികൾ കൂടുതൽ ഭീതിപ്പെടുത്തുന്നതാണെന്നാണ് ഇവർ വീണ്ടും വന്ന് നമ്മെ അപകടത്തിലാക്കുകയും കൊല ചെയ്യുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം ഇന്ന് നേതാക്കന്മാരോട് ചൂണ്ടിക്കാട്ടിയത്. ഹമാസ് അനുകൂലി ഐമൻ ഔദയുടെ പാർട്ടിയിൽ പാർലമെന്റ് അംഗവുമൊക്കെ ഹർഷാരവങ്ങളും ഗസയിൽ ആഹ്ലാദ നൃത്തങ്ങളും ജൂദിയ സമരിയ തുടങ്ങിയ ഗ്രാമങ്ങളിൽ ആഘോഷങ്ങളും കണ്ടാൽ ആരാണ് ഈ കരാറിൽ കീഴടങ്ങിയതെന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും വിചാരവുമില്ലാത്ത കരാറിന് അംഗീകാരം നൽകിയാൽ ഒത്സമ യഹൂദിത് പാർട്ടി സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകില്ല. സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും. ഇങ്ങനെയായിരുന്നു ഇന്നലെ ബെൻഗവിർ നെതന്യാഹുവിന് നൽകിയ മുന്നറിയിപ്പ്. നിലവിലെ കരാർ മറ്റൊരു ഒക്ടോബർ 7 കൂട്ടക്കൊല നടത്താൻ ഹമാസിന് പ്രചോദനമാവുക മാത്രമാണ് ചെയ്യുകയെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രധാനമന്ത്രി സ്വബോധം കാണിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതേസമയം സുരക്ഷാ ക്യാബിനറ്റ് കരാറിന് അംഗീകാരം നൽകിയാൽ സർക്കാരിനെ അട്ടിമറിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം കൂട്ടിച്ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തില്ല. എന്നാൽ ഹമാസിന് ലഭിക്കുന്ന വലിയ സമാനമായി തന്നെ മാറാൻ പോകുന്ന കരാറിന് അംഗീകാരം നൽകുന്ന ഒരു സർക്കാരിനൊപ്പം തങ്ങൾക്ക് നിൽക്കാനാകില്ല എന്നും ബെൻഗവീർ വ്യക്തമാക്കി. അതേസമയം ഹമാസിനെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ പിന്തുണ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ യുദ്ധത്തിലൂടെ കൈവരിക്കാനാകാത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി കൂടുതൽ ശക്തമായി ഹമാസിനെ വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ സർക്കാരിനുള്ള പിന്തുണ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒത്സമ യഹൂദിത് പാർട്ടിയുടെ നിലപാടിനെ പിന്താങ്ങണമെന്ന് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയോടും ധനമന്ത്രി ബസാലേൽ സ്മോട്രിച്ച് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയോടും ബെൻഗവീർ നിരന്തരം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സ്മോട്രിച്ച് തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നെതന്യാഹു സർക്കാരിന് വെല്ലുവിളിയോടെ ആകുമെന്നും നിലപാടുകൾ രംഗത്തെത്തിയിരുന്നു. ഹമാസിന്റെ സമ്പൂർണമായ തോൽവിയല്ലാത്തൊരു യുദ്ധ അവസാനമുണ്ടായാൽ സർക്കാരിൽ തുടരില്ലെന്നാണ് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി മുന്നറിയിപ്പ് നൽകിയത്. ഇതിനിടയിൽ കരാറിൽ തന്നെ ഒപ്പുവയ്ക്കും മുൻപ് സ്മോട്രിച്ച് നെതന്യാഹുവിൽ നിന്ന് ചില മുൻകൂർ ഉറപ്പുകൾ നേടിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയുടെ കടുത്ത നിലപാടിനിടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 6 തവണ നെതന്യാഹു സ്മോട്രിച്ച് കൂടിക്കാഴ്ച നടത്തിയതായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.